ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കോപത്തെക്കുറിച്ചാണ്. പലരും പറയാറുണ്ട് കോപം ഒരു പാപമല്ല, കോപിപ്പീൻ പാപം ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കോപം വലിയൊരു പാപം തന്നെയാണ്. കാരണം കോപം മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായി എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. അതേസമയത്ത് നമുക്ക് അല്പം ക്ഷമയുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാറില്ല. കാരണം ഒരാൾ നമ്മളോട് ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് വന്നാൽ നമ്മളൊരു പുഞ്ചിരിയോടെ അവരോട് സൗമ്യമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും അത് കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കും ഒരു പ്രയാസം തോന്നും, നമ്മൾ തിരിച്ചും മറുപടി പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം, വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം കഴിവതും നമ്മൾ ക്ഷമിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമുക്ക് ക്ഷമ നൽകണം. ആരെങ്കിലും നമ്മളോട് ദേഷ്യത്തോട് സംസാരിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം കോപം വലിയൊരു പാപം തന്നെയാണ്. അപ്പം നമ്മൾ അമിത സംസാരമേ വലിയ പാപമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള കുറ്റവും കുറവും ഒക്കെ പറഞ്ഞെന്നിരിക്കും. അത് വലിയ തെറ്റാണ്. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ മറ്റുള്ളവരോട് പറയും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ മറ്റുള്ളവരോട് പറയുന്നതിലും നല്ലത് നമ്മൾ ദൈവത്തോട് പറയുക. നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുക. ദൈവം നമുക്ക് ആശ്വാസം തരും. അതാണ് നല്ലത്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിലും നല്ലത് നമ്മൾ ദൈവത്തോട് പറയുന്നതാണ്. അപ്പം അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം കഴിവതും നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുക എന്നല്ലേ. കാരണം വാൾ കൊണ്ട് കുത്തുന്നത് പോലെയാണ് ചിലരുടെ സംസാരം. അതിനേക്കാളും വേദനയാണ്, വാൾ കൊണ്ട് കുത്തുന്നതിനേക്കാളും വേദനയാണ് ചിലരുടെ സംസാരം. എന്നോട് പലരും കോപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പലരോടും മറുപടി പറയാറില്ല, മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കും, എൻ്റെ ദൈവമേ എന്താണ് ഇവർ ഇങ്ങനെ എന്നോട് ദേഷ്യത്തോട് സംസാരിക്കുന്നത്? ഞാൻ ഇവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ദൈവം എനിക്ക് സമാധാനം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറയും. അതാണ് നല്ലത്. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിലും നല്ലത് നമ്മൾ ദൈവത്തോട് പറയുന്നതാണ് നല്ലത്. കഴിവതും നമ്മൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കുക നല്ലത്. ചിലർ ചിലരോട് ചിരിച്ചുകൊണ്ട് ചെന്നാൽ തന്നെ അവർ ചിരിക്കാനൊക്കെ വലിയ എന്തോ ബുദ്ധിമുട്ടുള്ളവരാണ്, വലിയ ദേഷ്യത്തോടൊക്കെ ആയിരിക്കും ചിലരുടെ നോട്ടം. അപ്പം നമുക്ക് പ്രയാസം തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തോട് പറയുക, ദൈവം നമുക്ക് സമാധാനം തരും. ദൈവം അവരുടെ മനസ്സ് മാറ്റും. കഴിവതും നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. ചിലപ്പം നമ്മൾ എല്ലാവരും ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ തിരിച്ച് സംസാരിക്കാറുണ്ട്. ഇല്ല, ക്ഷമിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പം കോപം വലിയൊരു പാവമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ കഴിവതും ആരെയും വേദനിപ്പിക്കാതിരിക്കുക.